വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നടന്ന അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ തസ്തികയിലേക്കുള്ള പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. 18/5/2026 ഇന്ന് 10:30 AM മുതൽ 12:20 PM വരെ ആയിരുന്നു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോരുത്തരുടെയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ വ്യക്തമായിട്ട് രേഖപ്പെടുത്താം. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വളരെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പൊതുവെ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ അത്ര കൃത്യമായിട്ട് തന്നെ സിലബസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സിലബസ് നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലേ? പക്ഷെ ആ സിലബസ് പ്രകാരമുള്ള ചോദ്യങ്ങൾ അടിസ്ഥാന വസ്തുതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നുണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ ചോദ്യപേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കുറേയധികം പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില ചോദ്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിന്റെ ആൻസർ കീ നോക്കുമ്പോൾ ചില ചോദ്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ചോദ്യങ്ങളിൽ തെറ്റുകൾ ഉണ്ടോ എന്ന് സംശയമുണ്ട്. അത് പ്രൊവിഷണൽ ആൻസർ കീ വന്നാലേ നമുക്കത് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നോക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കണക്കിന്റെ ഭാഗത്ത് നിന്ന് അധികം വലിയ കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾക്ക് അത്ര എളുപ്പത്തിൽ ആൻസർ കണ്ടെത്താൻ സാധിക്കാത്ത ചോദ്യങ്ങളായിരുന്നു. എങ്കിലും നല്ല നിലവാരമുള്ളതായിരുന്നു. അതുപോലെ തന്നെ മലയാളത്തിന്റെ ആണെങ്കിലും ഇംഗ്ലീഷ് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്നതാണ്. മലയാളത്തിന്റെ ഭാഗത്ത് നിന്നാണ് പലപ്പോഴും മാർക്ക് നഷ്ടപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇന്നത്തെ എക്സാമിന് പല ഉദ്യോഗാർത്ഥികളും പറയുകയുണ്ടായി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായോ? പല ഉദ്യോഗാർത്ഥികളും എന്നോട് അങ്ങനെ ഒരു അഭിപ്രായം പറയും. മലയാളത്തിന്റെ ചോദ്യങ്ങൾ പലപ്പോഴും കുഴച്ചു എന്ന് പറയുന്നു. അത് പല ചോദ്യങ്ങളും നമ്മൾക്ക് ആൻസർ തെറ്റിപ്പോയി എന്ന് പല കുട്ടികളും പറഞ്ഞു. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങൾ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ അത്രയധികം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു. എങ്കിൽ പോലും കൂടുതൽ ചോദ്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിച്ചു അത്രയധികം ചോദ്യങ്ങൾ വന്നില്ല. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇന്നത്തെ പരീക്ഷയിൽ നിന്ന് നമുക്ക് അടിസ്ഥാനമായിട്ട് വിലയിരുത്തേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അറ്റൻഡർ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 35,100 16,500 ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. 27,029 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. അതുപോലെ തന്നെ സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, അവിടെ ശമ്പള സ്കെയിൽ വരുന്നത് എത്രയാണ്? അവിടെയും ശമ്പള സ്കെയില് ഈ പഴയ സ്കെയിലാണ് കൊടുത്തിരിക്കുന്നത്. പല ഉദ്യോഗാർത്ഥികളും എന്നോട് ചോദിക്കണ്ടായി, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ 4,630 7,000 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജോലി കിട്ടിയാൽ അത്രയും ശമ്പളം കിട്ടുള്ളൂ എന്ന് പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. പക്ഷേ അത് ഒരു തെറ്റായ ധാരണയാണ്. പുതിയ സ്കെയിൽ അനുസരിച്ചുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റോർ കീപ്പർ ആണെങ്കിൽ പോലും സ്റ്റോർ കീപ്പറിന് 19,000 43,600 ശമ്പള സ്കെയിൽ വന്നിരിക്കുന്നത്. അവിടെ സെയിൽസ്മാൻ, സെയിൽസ് വുമണിനാണെങ്കിൽ 24,814 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. സ്റ്റോർ കീപ്പറിനാണെങ്കിൽ 29,196 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്തത്. അപ്പോൾ ഈ ഓരോ തസ്തികയിലും, അതായത് അറ്റൻഡർ തസ്തികയിൽ 2 ഒഴിവാണ് ഉള്ളത്. എന്നാൽ സെയിൽസ്മാൻ, സെയിൽസ് വുമൺ തസ്തികകളിൽ 3 ഒഴിവാണുള്ളത്. എന്നാൽ ഇവിടെ NJD ഒഴിവ് നിലവിൽ 9 NJD ഒഴിവുകൾ നിങ്ങൾക്ക് സൈറ്റ് നോക്കിയാൽ NJD 9 എണ്ണം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റോർ കീപ്പർ തസ്തികയിൽ 1 ഒഴിവാണ് നിലവിൽ നോട്ടിഫിക്കേഷൻ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ സൈറ്റിൽ നോക്കുമ്പോൾ അത് 3 ഒഴിവ് വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ പ്രത്യേകമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് PSC സൈറ്റ് നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. അതുപോലെ തന്നെ ഈ തസ്തികയെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ടുള്ള എക്സാം ആയിരുന്നു അറ്റൻഡർ, സെയിൽസ്മാൻ, സെയിൽസ് വുമൺ, അതുപോലെ തന്നെ സ്റ്റോർ കീപ്പറൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കട്ട് ഓഫ് മാർക്ക് വരിക? നിങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യം അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഒക്കെ കട്ട് ഓഫ് മാർക്ക് കണ്ടാണ് എത്രയാണ്? 66 കട്ട് ഓഫ് മാർക്ക് വന്നതാണ്, അല്ലേ? അതുപോലെ തന്നെ അറ്റൻഡറൊക്കെ ആണെങ്കിൽ 62 മുകളിലൊക്കെ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് പരീക്ഷ പൊതുവെ അധികം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത പരീക്ഷ ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് മാർക്കിന് ഒരു കുറച്ചധികം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. 65-നും 70-നൊക്കെ ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വേണം നമുക്ക് ഇന്നത്തെ പരീക്ഷയെ വിലയിരുത്താൻ. പിന്നെ
ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച്, നിയമനങ്ങളെയൊക്കെ സംബന്ധിച്ച് പല ഉദ്യോഗാർത്ഥികളും പല കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ തന്നെ ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും. വളരെ പ്രധാനപ്പെട്ട തസ്തികകളായതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നതാണ്. തുടർ നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ നിയമനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് തന്നെ ഒഴിവുകൾ വരുന്ന ആനുപാതികമായിട്ട് നിയമനങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നടക്കുകയാണ്. ഒരു ലിസ്റ്റ് വന്നാൽ ആ ലിസ്റ്റിന്റെ പരമാവധി കാലാവധി 3 വർഷമാണ്. പുസ്തക കാലാവധിക്കുള്ളിൽ വരുന്ന ഒഴിവുകളെല്ലാം തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് ആഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഒഴിവുകളൊക്കെ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനമാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നമ്മൾ സാലറിയെക്കുറിച്ചും ഒഴിവുകളെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചും കട്ട് ഓഫ് മാർക്കിനെ കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.